ഇന്നലെ നമ്മൾ ഈ കണക്കുകളിലുള്ള ഒന്നും ആയിരുന്നില്ല. നൂറുകണക്കിന് ആളുകളാണ് ഇന്നലെ ആശുപത്രി അഭയം പ്രാപിച്ചിരിക്കുന്നത്. നൂറുകണക്കിന് ആളുകളെയാണ്. ഇന്ന് വണ്ടിപ്പെരിയാറിൽ പേപ്പട്ടിയെ തല്ലും പോലെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലുന്നത്. അതാ ഞങ്ങളിപ്പം മാധ്യമങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ നിവൃത്തിയില്ല. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഈ സമരം ഏറ്റെടുക്കുകയാണ്. ഈ സമരം ഞങ്ങൾ ഈ വരുന്ന 23-ാം തീയതി രാവിലെ ഈ പോലീസ് ആസ്ഥാനത്തേക്ക് ഞങ്ങൾ മാർച്ച് നടത്താൻ പോവുകയാണ്. KPC പ്രസിഡന്റ് നേതൃത്വത്തിൽ, പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ ഇതിന് പരിഹാരമുണ്ടാക്കാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ നരനായാട്ട്, മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ കലാപം, ഒരു ഭരണകൂടം കലാപം അഴിച്ചുവിട്ടിരിക്കുകയാണ്. ഇവിടെ സമാധാനമില്ലാതാക്കുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്, ഇവിടുത്തെ ഭരണകൂടമാണ്. ആ ഒരു സാഹചര്യം ഈ അവരുടെ ഈ യാത്ര തുടങ്ങിയത് അന്ന് മുതൽ ഇന്ന് വരെ കേരളത്തിലെ ചെറുപ്പക്കാരെ തല്ലുകയാണ്. ഇതിപ്പോൾ ഈ മാത്യു കുഴൽനാടൻ MLA ഒക്കെ മുൻപിൽ നിന്നപ്പോൾ മാത്യു കുഴൽനാടൻ MLA തെരഞ്ഞു പിടിച്ച് മർദ്ദിച്ചു എന്നാണ് KSU പ്രവർത്തകർ ആരോപിക്കുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ടോ? നിശ്ചയമായും കേരളത്തിൽ ഈ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള അഴിമതി ഓരോന്നോരോന്നായി പുറത്തു കൊണ്ടുവന്നൊരു MLA ആണ് ശ്രീ മാത്യു കുഴൽനാടൻ. ശ്രീ മാത്യു കുഴൽനാടൻ എന്ന് പറയുന്ന ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു 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 ജനപ്രതിനിധി ചെയ്യേണ്ടുന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്വം ചെയ്തയാളാണ് ശ്രീ മാത്യു കുഴൽനാടൻ. അപ്പം മാത്യു കുഴൽനാടനോടാണ് ഏറ്റവും വലിയ ശത്രുത. കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ ശത്രു ഈ അഴിമതി പുറത്തു കൊണ്ടുവന്നു എന്ന ഒറ്റ കാരണത്താൽ ഏറ്റവും കൂടുതൽ ശത്രുത മാത്യു കുഴൽനാടനോടാണ്. മാത്യു കുഴൽനാടനെ വളരെ മനഃപൂർവ്വം തല്ലി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും കാര്യത്തിലില്ല. ഹഷ്മി, അത് തന്നെയാണ് ഇവിടെ DCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. എന്തായാലും ഈ സമരം കോൺഗ്രസ് ഏറ്റെടുക്കുകയാണ് എന്നൊരു പ്രഖ്യാപനം കൂടി നടത്തുന്നു. ഇതിന് മുൻപ് തന്നെ നേരത്തെ തന്നെ ഈ നിലയിൽ ഈ സമരം 23-ന് ഇതേ DGP ഓഫീസിന് മുൻപിലേക്ക് കോൺഗ്രസിൻ്റെ ഒരു വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധ മാർച്ച് കൂടി സംഘടിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്നലത്തെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം ഇന്നലെ KSUവിന്റെ പ്രതിഷേധം ഇന്ന് KPCയുടെ പ്രതിഷേധം വരാൻ പോകുന്നു. അങ്ങനെ സമരഭരിതമാക്കുന്ന ദിവസങ്ങൾ പ്രതിപക്ഷ സംഘടന